യുദ്ധവിരാമത്തിന് ഇറാൻ 3 നിർദ്ദേശങ്ങളാണ് ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടും സൈനിക മേധാവിയോടും ഔദ്യോഗികമായ രീതിയിൽ ഇറാൻ ഈ കാര്യം പറയുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഭാവിയിൽ തങ്ങളെ ആക്രമിക്കുകയില്ല എന്ന്, അതായത് ഇസ്രായേലും അമേരിക്കയും ഇനി മുന്നോട്ട് ഒരു കാലത്തും തങ്ങളെ ആക്രമിക്കുകയില്ല എന്നുള്ളത് രേഖപ്രകാരം മധ്യസ്ഥർ മുഖാന്തരം തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഉപാധികളിലൊന്ന്. 2025 ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2026 ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെപ്പോലും കൂട്ടക്കൊല ചെയ്തത് ഈ 2026 കാലത്താണ്. 2027 ഏത് തരത്തിലുള്ള ദുരന്തമാണ് അവർ ഉണ്ടാക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന തങ്ങളുടെ കാര്യം. ഏതെങ്കിലും തരത്തിൽ കൂടിയിരുന്ന് സംസാരിച്ച് കൈകൊടുത്ത് പിരിങ്ങുന്ന ആ പ്രവർത്തനത്തോട് ഇറാന് താല്പര്യമില്ല. ഔദ്യോഗികപരമായ രീതിയിലും കൃത്യതയോടുകൂടിയും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് സംസാരിക്കുകയും പ്രശ്നപരിഹാരത്തിന് രമ്യതയിലെത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനോട് മാത്രം, അല്ലെങ്കിൽ അത്തരം ഒരു മധ്യസ്ഥ കരാറിനോട് മാത്രമേ തങ്ങൾക്ക് യോജിപ്പുള്ളൂ എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു. രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോർമുസ് കടലിൽ നിലവിൽ ചുങ്കം വാങ്ങിയിട്ടാണ് ഇറാൻ കപ്പലുകളെ കടത്തിവിടുന്നത്. അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതികളും പെട്രോളും ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യോജിപ്പിലെത്തുകയാണെങ്കിൽ മുൻപത്തെ യുദ്ധത്തിന് മുൻപ് എങ്ങനെയായിരുന്നോ ഹോർമുസിൻ്റെ കടൽ ആ സമാനമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ തയ്യാറാണ്. അഥവാ ലോകത്തിലെ ഏത് കപ്പലും സ്വതന്ത്രമായ രീതിയിൽ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അങ്ങനെ വരണമെങ്കിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന്, ഹോർമുസ് കടലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങളുടേതാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന തരത്തിലുള്ള അംഗീകാരം കിട്ടണം. അത് അമേരിക്കയും അംഗീകരിക്കണം. അപ്പോൾ തങ്ങളുടെ ഭാഗമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന യാത്രാ അനുമതി നൽകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നും പറഞ്ഞു വെക്കുന്നു. ഈ 2 കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് തയ്യാറാണ്, ഞങ്ങൾക്ക് താല്പര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ മൂന്നാമത്തെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയം എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിനവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തങ്ങൾക്ക് സമാധാന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ തങ്ങളും ചെയ്യുന്നുണ്ട്. ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ താല്പര്യമല്ല, അത് തങ്ങൾ ചെയ്യാറുമില്ല, അത് തങ്ങൾ ചെയ്യുകയില്ല. അതിന് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്ത് സന്ദർശനം നടത്തുകയാണെങ്കിലും പരിശോധന നടത്താൻ ഞങ്ങൾ അനുവദിക്കാൻ തയ്യാറാണ്. സമാധാന ആവശ്യത്തിന് വേണ്ടി തങ്ങൾ ഉപയോഗിക്കും. അതിലിടപെടാൻ വേണ്ടി അമേരിക്കക്ക് അവകാശമില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയാണ്. ചർച്ചയ്ക്ക് മുമ്പേ ഉപചർച്ച നടത്തണമെന്നും അതിനൊരു ഏകോപനമുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയുടെ ടേബിളിലേക്ക് ഇറാൻ എത്തുകയുള്ളൂ എന്നുകൂടിയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. പാകിസ്ഥാൻ ഈ വിവരം അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറയുകയും ബന്ധപ്പെട്ട ആളുമായി ചർച്ച ചെയ്തിട്ട് അതിനൊരു മറുപടിയോ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ പാകിസ്ഥാന് തിരിച്ചു നൽകാം എന്ന് പറയപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബാധ്യത ഓരോരോ ദിവസവും അമേരിക്കക്ക് ഉണ്ടാവുകയാണ്. ഏകദേശം 50,000-ഓളം എന്ന് പറയുന്ന പോലെയാണ് അമേരിക്കയുടെ സൈനികർ ഈ യുദ്ധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലകളിലും കടൽ മേഖലകളിലും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത നിലവാരവും അതിൻ്റെ ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ബാധ്യതയായി വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാനോ വിജയപ്രഖ്യാപനം നടത്താനോ സാധിക്കുന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിക്കുന്നുമില്ല. മാത്രവുമല്ല ഇഷ്ടം പോലെ കളവുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതാണ് സത്യം ഏതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ സമയമെടുക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണമാറ്റം ഉണ്ടാവുക, പുതിയൊരു സംവിധാനം കൊണ്ടുവരിക, അവരുടെ തെഹ്റാനിലേക്ക് ഈ അമേരിക്കൻ സൈനികർ ഇരിച്ചു കയറുക, അങ്ങനെ ഒരു ആധിപത്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഇറാഖിന് എങ്ങനെയാണോ അട്ടിമറിക്കപ്പെട്ടത് സമാനമായ രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്ന കാര്യങ്ങളൊക്കെ 100% പരാജയപ്പെട്ടു. ഒരിക്കൽ പോലും അത് നടക്കാത്തൊരു സ്വപ്നമാണ്. സ്വപ്നം കാണുന്നവർ സ്വപ്നം കാണുന്ന രീതിയാണ് ഇപ്പോൾ നിലവിൽ ഡബിൾ സ്വപ്നം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ഒരിക്കലും നടക്കാത്ത കേസാണ്. അതോടനുബന്ധിച്ച്
സംബന്ധിച്ചാണ് അമേരിക്കയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു യുവാവ് കയറി വന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇപ്പോൾ സങ്കീർണമായി നിൽക്കുന്നു. അപ്പോൾ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യമാണ്, അവിടുത്തെ ഭരണാധികാരി ഏറ്റവും സുരക്ഷിതരാണ്, അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി തോക്കുധാരിയായിരിക്കുന്ന ഒരാൾ വന്നു എന്ന് പറയുന്നതും പ്രവേശന കവാടത്തിലേക്ക് എത്തി എന്ന് പറയുന്നതും ഈ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ട ഒരു സ്ഥിതി അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ആദ്യം തന്നെ മേശക്കടിയിൽ അഭയം തേടി എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് സുരക്ഷാ ഈ സൈനികരൊക്കെ വളഞ്ഞതിന് ശേഷം അവിടുന്ന് മാറ്റപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആളുകളും സെലിബ്രിറ്റികളും സൈനിക മേധാവികളും ഭരണകർത്താക്കളുടെ ഭാര്യയും അതായത് ട്രംപിൻ്റെ ഭാര്യയും റിലേറ്റീവിൽപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുത്ത ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കപ്പെട്ട മേഖലയിലെ ഹോട്ടൽ വെച്ചിട്ട് ഈ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും സുരക്ഷിതമില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും അവരെന്താണോ പറയുന്നത് അതാണ് ലോകം വിശ്വസിക്കുന്നത്, അതാണ് ലോകം അംഗീകരിക്കുന്നത്, അതിൽ മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ എന്ന് അവർക്ക് തിരിച്ചറിവും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിൽ ഊന്നിയിരിക്കുന്ന ഈ സംസാരമാണ്. ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ വിഡ്ഢികളാക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ ചെയ്തത്. ആദ്യം തന്നെ പാകിസ്ഥാനിലേക്ക് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പോവുകയാണ്. സന്ദർശനം എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാന്, ഒമാന്, അതിനുശേഷം റഷ്യ, ഇത് 3 രാജ്യത്തേക്ക് സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അവർ വരികയാണ്, അതുകൊണ്ട് പ്രശ്നം തീരുമെന്നൊക്കെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചു. അതിനോടനുബന്ധിച്ച് അയാളുടെ മരുവനായിരിക്കുന്ന കുഷ്നർ അടക്കമുള്ള അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ എല്ലാം കൊണ്ട് എല്ലാവരും തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. എന്നിട്ട് വേഗം എന്ത് ചെയ്യണം, പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തണം. ചർച്ചയ്ക്ക് പാകിസ്ഥാനിൽ എത്തിയ ഉടനെ തന്നെ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് വന്നതല്ല, അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ അങ്ങനെ അവരുടെ ഒരുപാട് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ കേൾക്കാനും അത് കേട്ടുകൊണ്ട് ചായ കുടിച്ച് പിരിയുന്ന ആ പ്രവൃത്തിയോട് താല്പര്യമില്ല, അഭിമാനികളായിരിക്കുന്ന ആളുകളാണ് ഇറാനികൾ, അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാന കാര്യങ്ങൾ ഒരുക്കിയെങ്കിൽ മാത്രമേ അത് ഞങ്ങൾ തയ്യാറാവൂ എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക വിഡ്ഢിയായി പോവുകയാണ് ചെയ്തത്. പിന്നീട് നേരെ ഒമാനിലേക്ക് പോന്നു. ഒമാനിലെ ചർച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് വീണ്ടും അമേരിക്കയ്ക്ക് ലഡു പൊട്ടി. പിന്നീട് അങ്ങോട്ട് തന്നെ പോകാനുള്ള പരിപാടിയാണ് പിന്നെ നോക്കുന്നത്. അപ്പോൾ അവിടേക്ക് 2ാം ഘട്ടം എത്തിയ സമയത്ത് കുറച്ചൊക്കെ പ്രതീക്ഷ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമേരിക്ക പ്രസിഡന്റ് വീണ്ടും അത് പറയുകയും ചെയ്തു, ചർച്ച 2ാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെ. എന്നാൽ അപ്പോഴും പറയുന്ന കാര്യം ഇത് തന്നെയാണ്, ഞങ്ങൾ ചർച്ചക്കല്ല വന്നത്, ഞങ്ങളുടെ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനുശേഷം നേരെ റഷ്യയിലേക്ക് പോയി. റഷ്യയുമായിട്ട് വൈകാരികമായിരിക്കുന്ന ബന്ധം ഇറാനുണ്ട്. പലതരത്തിലും പല രീതിയിലും അവരുമായിട്ട് വലിയ ബന്ധമുണ്ട്. സൗഹൃദ ബന്ധമുണ്ട്, നയതന്ത്ര ബന്ധമുണ്ട്, പിന്നീട് വൈകാരികമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട്. കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സഹായം റഷ്യയുടെ ഭാഗത്തുനിന്ന് അമേരിക്ക കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്താ, ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റഷ്യയെ വലിയ രീതിയിൽ സഹായിച്ച രാജ്യമാണ് ഇറാൻ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവരൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും റഷ്യ ഇറാനെ സഹായിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അവർ സഹായിച്ചു എന്ന് മാത്രമല്ല, അവർ വലിയ രീതിയിലുള്ള സഹകരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി മുന്നോട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നീങ്ങുകയാണെങ്കിൽ ഏത് തരത്തിലാണ് അത് നീങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരം പോലും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മിസൈലുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യക്ക് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടായിട്ടുണ്ട്, പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അവസരം കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് സഹായം നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധം അകന്നു പോയാൽ, അത് പുതിയ ഭരണ സംവിധാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക എന്ത് ചെയ്യും, ഇറാൻ ഒഴിവാക്കും, അമേരിക്ക റഷ്യനെ ഒഴിവാക്കും. അങ്ങനെ ആ സമയത്ത് പെട്രോളിയം കിട്ടാത്ത വിഷയം, ആയുധം കിട്ടാത്ത ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് ഒഴിവാക്കാതെ നിലനിൽക്കണമെങ്കിൽ ആ ഭരണ സംവിധാനം നിലനിൽക്കുക എന്നുള്ള അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള രാജ്യമാണ് ഒന്ന് റഷ്യ, രണ്ടാമത് ചൈന, മൂന്നാമത്തെ കൊറിയ. ഈ 3 രാജ്യങ്ങളും തമ്മിൽ ഇറാനും തമ്മിൽ കെട്ടുപിടഞ്ഞിരിക്കുന്ന ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതരത്തിലും പല രീതിയിലും വലിയ സഹായ കാരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, നൽകാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, നിർദ്ദേശ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ഒരു ചർച്ചക്ക് അമേരിക്കയുമായിട്ട് ഒരു ചർച്ചക്ക് ഇറാൻ തയ്യാറാകൂ എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.